ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ചർച്ചയാകുന്നുണ്ട്. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമായി UDFും BJPയും ഉന്നയിക്കാൻ പോകുന്ന പ്രധാന ഒരു വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതിൽ പ്രതി ചെറിയ ആളല്ല, CPMന്റെ നേതാവും ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗവുമൊക്കെ ആയിരുന്ന മുൻ CPM MLA ആയിരുന്ന പത്മകുമാറാണ്. പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു ഈ കാലയളവിലുടനീളം. ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്ത, സംഘടനാ നടപടി പാർട്ടി ഇന്ന് തീരുമാനിക്കുമെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കിയേക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. രാവിലെ 11 ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ്. യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും. ആറന്മുള മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് പത്മകുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരും. ശശിനാരായണൻ, ഇപ്പോൾ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ഒരു കേസിൽ, പ്രധാനപ്പെട്ട ഒരു കേസിൽ, സർക്കാരിനെ പിടിച്ചുലച്ച ഒരു കേസിൽ, CPMനെ പിടിച്ചുലച്ച ഒരു കേസിൽ പ്രതിയായിട്ട് പോലും എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അതിന്ന് സംഭവിക്കും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമെങ്കിലും സംഭവിക്കുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, തീർച്ചയായും ഇന്ന് നടപടി ഉണ്ടാകാനാണ് സാധ്യത. കാരണം തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്മകുമാറിന്റെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി പാർട്ടിക്കും ഉണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്താകെ UDFിനൊരു പ്രചരണ ആയുധമായി ഇത് മാറും എന്നുള്ള കാര്യം ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ മാറ്റിയിരുന്നു. ഇപ്പോൾ ആറന്മുള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പത്മകുമാറിനെ നീക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കും. ജില്ലാ നിർണായകമായ യോഗമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം പങ്കെടുക്കുന്ന യോഗത്തിലാണ്. ഇന്ന് ആ യോഗത്തിൽ കൃത്യമായി പത്മകുമാറിന് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുക. ഒരുപക്ഷെ അടുത്ത നടപടിയിലേക്ക് പാർട്ടി പോകും. തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ സ്വാഭാവികമായും ആറന്മുള മണ്ഡലം അടക്കമുള്ള വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡലം കമ്മിറ്റിയുടെയൊക്കെ സെക്രട്ടറി സ്ഥാനമായിരുന്നു നേരത്തെ പത്മകുമാറിനോട്. അതൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന പ്രധാന നേതാവാണ് പത്മകുമാർ. ഈ കേസുമായി ബന്ധപ്പെട്ട പത്മകുമാറിനെ വലിയ രീതിയിൽ പത്മകുമാർ പാർട്ടിക്ക് തലവേദനയാകുന്നു എന്നുള്ള മനസ്സിലായിക്കൊണ്ടാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നത്. ആ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പത്മകുമാറിനെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനിയും ഇന്ന് നടക്കുന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിൽ അടുത്ത നടപടി ഉണ്ടാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകാൻ ഈ സ്വർണ്ണക്കൊള്ള കേസിലെ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രചരണ ആയുധമായി UDFും BJPയും ഉയർത്തിയിരുന്നു. അത് സമാനമായ രീതിയിൽ ഇപ്രാവശ്യവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ സാധ്യത. അത് വരാതിരിക്കാനുള്ള അതിനൊരു തടസ്സം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് പാർട്ടി എത്തുന്നത്. എന്തായാലും 11 മണിക്കാണ് ജില്ലാ സെക്രട്ടറി യോഗം നടക്കുക. ആ യോഗത്തിൽ ആയിരിക്കും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവുക. നേരത്തെയൊക്കെ വലിയ രീതിയിലുള്ള പാർട്ടി പത്മകുമാറിനെ സഹായിക്കുന്നതിനുള്ള പ്രതിരോധം തീർത്തിരുന്നു. കാരണം പലതരത്തിലുള്ള മാധ്യമങ്ങൾ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നവരെ പത്മകുമാർ പ്രതിയല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത് വലിയ തലവേദനയായി മാറി. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിട്ടു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് മാറ്റുന്നു. പിന്നീട് അതിനുശേഷമുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. അത്തരത്തിൽ എന്തായാലും തീർച്ചയായും ഇന്ന് 11 മണിയോടെ ജില്ലാ സെക്രട്ടറി യോഗത്തിന് ശേഷം പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്തെ, തീർച്ചയായും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമെങ്കിലും വിശ്വാസികളെ അടക്കം വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവത്തിൽ ഈ പ്രധാനപ്പെട്ട CPM നേതാവിനെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ കൂടി പേറാൻ ഒരുപക്ഷെ പാർട്ടിക്ക് താല്പര്യം കാണില്ല. അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.